അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തറാവീഹ് നമസ്കാരത്തിൽ 8 റക്അത്ത് തറാവീഹിനും 3 റക്അത്ത് വിത്തറിനും വെവ്വേറെ നിയ്യത്തെടുക്കേണ്ടതുണ്ടോ? നാം മനസ്സിലാക്കേണ്ടത് തറാവീഹ്, വിത്തർ, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് ഇതൊക്കെ ഒറ്റ നമസ്കാരമാണ്. സാഹചര്യത്തിനനുസരിച്ച് പേര് മാറി മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തറാവീഹ് എന്ന പേര് വരാൻ കാരണം ഇടക്ക് റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ടാണ്. തഹജ്ജുദ് എന്ന പേര് വരാൻ കാരണം രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്നതുകൊണ്ടാണ്. ഖിയാമുൽ ലൈൽ എന്ന പേര് വരാൻ കാരണം രാത്രിയിലാണ് നമസ്കാരം, അതുകൊണ്ടാണ്. വിത്തർ എന്ന പേര് വരാൻ കാരണം ഒറ്റക്ക് അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ്. ആ പേരുകൾ വ്യത്യസ്തമായി വിളിക്കപ്പെടുമെങ്കിലും നമസ്കാരം ഒന്നാണ്. ആ നമസ്കാരത്തെക്കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്, പ്രവാചകൻ റമളാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ 11 റക്അത്തിലധികം നമസ്കരിക്കുമായിരുന്നില്ല. ഇനി അതുകൊണ്ട് തന്നെ തറാവീഹ് നമസ്കാരത്തിന് നിയ്യത്തെടുക്കുമ്പോൾ തറാവീഹ് നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ രാത്രി നമസ്കാരത്തിൻ്റെ നിയ്യത്ത് ഒന്നിച്ച് വേണമെങ്കിൽ എടുക്കാം. 11 റക്അത്താണ് അതിലുള്ളത്. ഇനി അതല്ല 8 റക്അത്ത് നമസ്കരിച്ച ശേഷം 3 റക്അത്തായി വിത്തറാക്കുമ്പോൾ ആ രൂപത്തിലും നിയ്യത്തെടുക്കാം, അതിൽ വിരോധമില്ല. ഹദീസിൽ ഇപ്രകാരമാണുള്ളത്: മാക്കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റമളാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ പ്രവാചകൻ 11ലധികം രാത്രി നമസ്കരിക്കുമായിരുന്നില്ല. യുസല്ലി അർബഅൻ ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന സുമ യുസല്ലി അർബഅൻ. 4 ആദ്യം നിസ്കരിക്കും, പിന്നെ 4 അതിൻ്റെ ഭംഗിയും നീളവും നിങ്ങൾ ചോദിക്കരുത്, അത്രയും മനോഹരമായിരുന്നു. പിന്നെ 3 റക്അത്തായി വിത്തർ നമസ്കരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി നമസ്കാരം 11 റക്അത്താണ്. ആ തറാവീഹ് എന്ന് വിളിച്ചാലും തഹജ്ജുദ് എന്ന് വിളിച്ചാലും ഖിയാം റമളാൻ എന്ന് വിളിച്ചാലും ഖിയാമുൽ ലൈൽ എന്ന് വിളിച്ചാലും വിത്തർ എന്ന് വിളിച്ചാലും, അപ്പോൾ രാത്രി നമസ്കാരത്തിൻ്റെ അപ്പോൾ തറാവീഹിൻ്റെ നിയ്യത്ത് തന്നെ മതി, പ്രത്യേക നിയ്യത്ത് എടുക്കണമെന്നില്ല. വേണമെങ്കിൽ 8 റക്അത്ത് കഴിയുമ്പോൾ വിത്തറാക്കി ഒറ്റക്ക് അവസാനിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിത്തറിന് വേണമെങ്കിൽ നിയ്യത്തെടുക്കാമെന്ന് മാത്രം. ഈ രാത്രി നമസ്കാരത്തിൻ്റെ നിയ്യത്ത് തന്നെ പൊതുവെ ഈ 11 റക്അത്തിന് മതിയാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ തറാവീഹിൻ്റെ നിയ്യത്താണെങ്കിൽ തന്നെ മതിയാകും. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.